ഇങ്ങനെ ഒടിച്ച ഇത്ര സാധനം അത് ഒടിച്ചിങ്ങോട്ട് എടുത്തപ്പോഴത്തേക്കാണ് അതൊരു രൂപം പ്രത്യക്ഷപ്പെട്ട പോലെ ഭയങ്കര അതിശയമായിരുന്നു. മഴയായിട്ട് പോലും അവിടെ രണ്ട് പരിപ്പുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആരും ഇപ്പോഴത്തെ റോഡ് വന്നാലും ആ പരിധി നമ്മളെ ഇവിടെ ഇത് കൂടാതെ നല്ല പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന കണക്കാണ്. അങ്ങനെ ഒരു ഗരുഡന്റെ കൊക്ക് തന്നെ ആദ്യമേ എനിക്ക് വിചാരിച്ചു ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്ക്. നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ്. കാഞ്ഞിരമരത്തിൽ ഗരുഡ ഭഗവാന്റെ ആ ഒരു ദിവ്യരൂപം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ചാത്തന്നൂര്, മീനാട്, കിഴക്കങ്കര, നടുവിലകത്ത് ഭദ്രാദേവി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് നൂറുകണക്കിന് വിശ്വാസികളാണ് എത്തിച്ചേരുന്നത്. എങ്ങനെയാണ് തോന്നിപ്പോണോ? ഇങ്ങോട്ട് കുറച്ച് പോയാൽ മതി. ഇവിടെ സ്വയംഭൂവായിട്ട് ഒരു ഗരുഡദേവന്റെ രൂപം കണ്ടു. ഇത് കാഞ്ഞിരമരമാണ്. ഈ കാഞ്ഞിരമരത്തിലാണ് ഇത് കണ്ടിരിക്കുന്നത്. ഇതാണോ നിങ്ങൾ പറയുന്നത്? അതെ 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 കാണിച്ചത് ഇതിനെയാണോ? ഒന്ന് അടുത്തൊന്ന് കാണിച്ചാൽ. അതെ അതെ, ഈ രൂപമാണ് ഇതിൽ സ്വയംഭൂവായിട്ട് കണ്ടതാണ്. ഇതാണോ? അതെ 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 അതെ. ഇവിടെ പരിസരത്തെല്ലാം പരുന്തുകളെല്ലാം ഇങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അതവിടെ ആ മരത്തിൽ തന്നെ പോയിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ആ തെങ്ങ ഇരിക്കുന്നുണ്ട്. ഈ മഴയായിട്ട് പോലും ആ തെങ്ങ ഇരിക്കുന്നുണ്ട്. രണ്ട് പരിചയം. ഇവിടെ ഇപ്പൊ നിരവധി ആൾക്കാരാണ് വരുന്നത്. ഇന്ന് തീർച്ചയായിട്ടും ദൂര സ്ഥലങ്ങളിൽ നിന്നെല്ലാം നിരവധി ആൾക്കാരാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഇവിടെ നൂറുകണക്കിന് വിശ്വാസികളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇവിടെ വന്നാൽ ഒരു അത്ഭുതം കാണാമെന്നാണ് ഞങ്ങളെ വിളിച്ചത്, ഞങ്ങളുടെ മാധ്യമത്തിലേക്ക് വിളിച്ചത്. വലിയ ഒരു അത്ഭുതം ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ കാട്ടിത്തരുവാനാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ചാത്തന്നൂരേക്ക് എത്തിയത്. ഗരുഡ ഭഗവാന്റെ രൂപം ഒരു മരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ്. ചാത്തന്നൂര്, മീനാട്, കിഴക്കങ്കര, നടുവിലഴികം ഭദ്രാദേവി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് നൂറുകണക്കിന് വിശ്വാസികളാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. വലിയൊരു അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് വൈഷ്ണവ സാന്നിധ്യമാണ് ഇത് കാണുന്നത്. ഇവിടെ ഏത് ഭക്തജനങ്ങൾ ഇവിടെ വന്നാല് അപ്പോൾ തന്നെ പരുന്തുകൾ അവിടെ വട്ടമിട്ട് പറക്കും. ഞാൻ ഇപ്പൊ രണ്ടൊരു പരുന്ത് അവിടെ ഇരിക്കുന്നു. മഴയായിട്ട് പോലും അവിടെ രണ്ട് പരുന്തുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആരും ഇപ്പോഴത്തെ റോഡ് വന്നാലും ആ പരുന്ത് നമ്മളെ ഇവിടെ വട്ടമിട്ട് പറക്കും. ഇത് കൂടാതെ നന്ദികേശന്റെ രൂപമാണ് അവിടെ കാണുന്നത്. നന്ദികേശ ഇത് ഇലഞ്ഞി വർഗത്തിൽപ്പെട്ടതാണ്. ഭദ്രാദേവി ക്ഷേത്രത്തിൽ അപൂർവമായിട്ട് കാണുന്ന ഒരു വൃക്ഷമാണ്. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മരമാണ്. ഇതിനകത്താണ് നമ്മളിപ്പോ നന്ദികേശന്റെ രൂപം കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്ദികേശന്റെ രൂപമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ അത്ഭുതമാണല്ലോ അത്. തീർച്ചയായും അല്ലേ? താങ്കൾക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ഇത് കാണുന്നത്? നമ്മുടെ മുൻ സെക്രട്ടറിയും ആയിരുന്ന സെക്രട്ടറി പ്രസിഡന്റും കൂടിയാണ് ഇത് കണ്ടത്. അപ്പോഴത്തേക്ക് ഇത് ഈ കാഞ്ഞിരത്തില് അതിന് ഇലഞ്ഞി, അതായത് ഇലമ്പൽ ഇങ്ങനെ ഒടിച്ച ഇത്ര സാധനം അത് ഒടിച്ചിങ്ങോട്ട് എടുത്തപ്പോഴത്തേക്കാണ് അതൊരു രൂപം പ്രത്യക്ഷപ്പെട്ട പോലെ ഭയങ്കര അതിശയമായിരുന്നു. മരത്തില് ഗരുഡന്റെ ഒരു ശില്പം പ്രത്യക്ഷപ്പെടുകയും എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും എന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നവർക്ക് ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാവുന്നുണ്ട്. വിവാഹ തടസ്സങ്ങളും വിദ്യയുടെ തടസ്സങ്ങളും മാറുന്നുണ്ട്. ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വരികയും അവർക്ക് അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നിരവധി ഭക്തജനങ്ങളാണ് വന്നു പോകുന്നത്. എങ്ങനെയാണ് പ്രധാന പ്രതിഷ്ഠ ഇവിടെ? പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭദ്രകാളിയാണ്. ഉപദൈവമായിട്ട് ഗണപതിയുണ്ട്. രക്ഷസ്, യോഗീശ്വരൻ, നാഗദൈവങ്ങൾ, മൂർത്തി, എല്ലാ പ്രതിഷ്ഠകളും ഉണ്ട്. അതിന്റെ കൂടാണ് സ്വയംഭൂവായിട്ട് ഈ ഗരുഡ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ ഈ ഒരു ഗരുഡ ഭഗവാൻ പരുന്ത് പറന്നെത്തുമെന്നൊക്കെ പറയാം. തീർച്ചയായിട്ടും ഇവിടെ എന്ത് വിശേഷം വരികയും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ഗരുഡ ഭഗവാന്റെ ഒരു സാന്നിധ്യം ഇപ്പോഴും ഉണ്ട്. ഇത് കാണുന്നതിന് വേണ്ടി നൂറുകണക്കിന് വിശ്വാസികളാണ് വിശ്വാസികളാണ് ക്ഷേത്രത്തിൽ വന്നു പോകുന്നത്. ഇവിടെ വരുന്നത് നമുക്ക് ഇപ്പൊ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളാ പൂജകൾ ചെയ്യുന്ന സമയത്ത് ഭദ്രാദേവി ക്ഷേത്രം, ക്ഷേത്രത്തിൽ വന്ന് നൂറുകണക്കിന് വിശ്വാസികളാണ് എത്തിച്ചേരുന്നത്. വലിയൊരു അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ക്ഷേത്രത്തിലേക്ക് വന്ന നമ്മുടെ അത്തരത്തിലുള്ള അനുഭവങ്ങളും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കും എന്നാണ് വിശ്വാസം. ഇങ്ങനെ വലിയ അത്ഭുതം എന്ന് വിവരം അറിഞ്ഞുകൊണ്ട് നൂറുകണക്കിന് വിശ്വാസികളാണ്. ചെറിയ
അറിയാനും ഇത് കാണാനും ഏത് പട്ടേര താങ്കൾ എത്ര വർഷം കൊണ്ട് ഈ ഒരു നൈറ്റ് സ്റ്റൈലുണ്ട്? ഇവിടെ എൻ്റെ 8 വർഷത്തോളം അതിനു മുമ്പൊക്കെ പ്രവർത്തിച്ചു. അപ്പോൾ താങ്കളുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഈ ഗരുഡ ഭഗവാന്റെ രൂപം ഒരു മരത്തിൽ ഇങ്ങനെ അതുപോലെ താങ്കൾ ഇതിനു മുമ്പ് കണ്ടു? ഇതൊന്നും ആരെയും കണ്ടിട്ടില്ല. ഞങ്ങളും അങ്ങനെയാണോ? ഞങ്ങൾ 30 വർഷമായി മാറി. ഞങ്ങൾ ആദ്യമായാണ് ഇങ്ങനെ ഞങ്ങൾക്ക് അത്ഭുതമാണ്. കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം നല്ലപ്പോഴാണ് ഇങ്ങനെ ഇവിടെ പോകുന്നത് കാണാൻ. അത് ഈ ഒരു 2 പരുന്തുകള് വന്നിരിക്കുന്നത് അല്ലേ? തീർച്ചയായും ഞങ്ങൾ അതൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അത്ഭുതം തന്നെയാണ് അല്ലേ? ഞങ്ങൾ അത്ഭുതം ആണ് ഈ ക്ഷേത്രത്തിൽ വരുമ്പോഴും. ഞങ്ങൾ ആദ്യം അറിയുന്നത് ഒരു ഗരുഡ ഭഗവാന്റെ രൂപം കാഞ്ഞിരമരത്തിൽ പ്രത്യക്ഷപ്പെട്ടു അല്ലേ? അതെ. താങ്കൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? ഇവിടെ ഒരു സ്ഥലത്ത് ഇതാണ് കണ്ടിട്ടില്ല. ഒരു നല്ല പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന കണക്കാണ്. അങ്ങനെ ഒരു ഗരുഡന്റെ പൊക്ക് തന്നെ ആദ്യമേ എനിക്ക് വിചാരിച്ചു, ഇവിടെ ഒന്നും ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇവരെ കാണാൻ കൊക്ക് ഫിറ്റ് ചെയ്ത് വെച്ചപ്പോ അത്രയ്ക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷെ അടുത്ത് നമ്മൾ നോക്കിയപ്പോൾ ആ തടിയിൽ നിന്ന് 2 കൊമ്പുകൾ ഇങ്ങനെ അതുപോലെ വന്ന് നിൽക്കുകയായിരുന്നു. എനിക്ക് ഞാൻ എന്തിനിറങ്ങി തിരിച്ചാലും അതിനെല്ലാത്തിനും എനിക്ക് പിന്നെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് പേര്? എന്റെ പേര് രാജശ്രീ. സന്തോഷം. ഇവിടെ വരുന്നവർക്കെല്ലാം അമ്മയ്ക്ക് എന്താണ് ഇവിടെ പരിപാടി അത് പറ. എനിക്കിവിടെ അമ്മയുടെ പരികർമ്മിയാണ്. എല്ലാ ജോലികളും ചെയ്യും. ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരിയാണ്. അപ്പോഴമ്മ ഓരോ വിവരങ്ങളും കണ്ടും കേട്ടും ഒക്കെ അമ്മയ്ക്ക് അറിയാം. ഇവിടെ ഈ വന്ന് പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും? ഉറപ്പായിട്ട് നടക്കും. നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ വരുന്നുണ്ട്. സത്യമാണ്. അങ്ങനെ ഏതെങ്കിലും 1-2 അനുഭവം പറയാം. കുട്ടികളില്ലാത്തവരുടെ കുട്ടികളുണ്ടായി. കുട്ടികളുണ്ടായി. അവരതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വരുന്നവർക്ക് ആർക്കും ഒന്നും നടക്കാതെ പോയിട്ടില്ല. ഉറപ്പാണ്. ശരി, ഉറപ്പാണ്. അമ്മയുടെ പേരെന്താണ്? എന്റെ പേര് ലീല. ഉറപ്പല്ലെന്നുണ്ടെങ്കിൽ അമ്മ കണ്ടു. ഉറപ്പാണ്. ഇവിടെ വരുന്നവർ എത്ര സങ്കടത്തോടു കൂടി വന്നിട്ടും അവർ സന്തോഷമായിട്ടാണ് തിരിച്ചുവിടെ വരുന്നത്. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 65 വയസ്സുണ്ട്. 65 വയസ്സുണ്ട്. ഈ പരുന്തിനെ ഈ കാഞ്ഞിരമരത്തിൽ കണ്ടതുപോലെ അമ്മ മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഈ 65 വയസ്സിനകത്ത് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ്. ഇത് ചെറിയ രീതിയിൽ അതൊന്ന് ഗ്ലിച്ചിലായിട്ട് വന്ന് അതിന് ഞാൻ മാറ്റി നോക്കിയപ്പോഴത്തേക്ക് അത് ചുണ്ടും കണ്ണുമായിട്ടൊക്കെ ഇങ്ങനെ വന്ന് രൂപപ്പെട്ടു. പിന്നാണ് ഇത്രയും വലുതായത്. ജീവനക്കാരിയല്ല. അമ്മയുടെ പേരെന്താണ്? എന്റെ പേര് സുലോചന. സുലോചന എന്നാണ്. സുലോചന അമ്മ ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ ഈ ആവശ്യങ്ങളും സങ്കടങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. എല്ലാം കണ്ടിട്ടുണ്ട്. എന്തൊക്കെ സങ്കടത്തിലുള്ളവരാണ് വരുന്നത് ഇവിടെ? കുടുംബ പ്രശ്നമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പരിഹരിക്കപ്പെടാത്തതുമായിട്ട് ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ കരയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്, പിന്നെ അങ്ങോട്ട് കരയുന്നു, അമ്മയുടെ അടുത്തൊന്ന് സങ്കടം പറ. അങ്ങനെ അനുഭവം കിട്ടി സങ്കടത്തോടു കൂടി വന്നിട്ട് സന്തോഷമായിട്ട് വരുമ്പോഴും എന്റെ മുമ്പിൽ വന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ വന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വിളിച്ച ഉടനെ ഓടി വരും. ആവശ്യം നടന്നവരെ കണ്ടിട്ടുണ്ടോ ഇവിടെ വന്നിട്ട്? ഒരുപാട് പേര് ഉണ്ട്. എങ്ങനെയാണ് ഇത് കണ്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടോ? ഇതിനു മുമ്പ് എങ്ങനെയെങ്കിലും ക്ഷേത്രത്തിൽ ഇത്ര അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവര് ഞങ്ങള് മാധ്യമത്തിലേക്ക് വിളിച്ചു പറഞ്ഞ ഇവിടെ ഈ ഒരു ഗരുഡ ഭഗവാന്റെ രൂപം ഒരു വൃക്ഷത്തിന് സ്വയംഭൂ എന്നൊക്കെ ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത്.